ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കിഡു ഐറ്റമാണ്. അതായത് ഒരു ബ്ലൈൻഡ് സ്പോട്ട് മിററാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന ഒരു ബുള്ളറ്റിൻ്റെ മിററാണെന്ന് തോന്നും. പക്ഷേ ഇതൊരു ബുള്ളറ്റിൻ്റെ മിററല്ല, ഇതൊരു ബ്ലൈൻഡ് സ്പോട്ട് മിററാണ്. ഒരുപാട് ബ്ലൈൻഡ് സ്പോട്ട് മിറേഴ്സ് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു വെറൈറ്റി ഐറ്റമാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. കാരണം ഈ ഒരു മോഡൽ കണ്ടപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ രണ്ടരങ്ങ് മേടിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ സെലിയറിൽ നേരത്തെ ഉണ്ടായിരുന്ന ബ്ലൈൻഡ് സ്പോട്ട് മിറർ മാറ്റി ഈ ഒരു ബ്ലൈൻഡ് സ്പോട്ട് മിറർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. നേരത്തെ തന്നെ ഒരു പ്രശ്നമില്ല, നല്ല അടിപൊളി തന്നെയായിരുന്നു. പക്ഷേ ഒരു വെറൈറ്റി കണ്ടപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി, അതും ഫസ്റ്റ് എൻ്റെ വാഹനത്തിൽ തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഏതായാലും സംഗതി കൊള്ളാവോ ഇല്ലയെന്നും കൂടെ കുറിച്ചുള്ള ഇതിൽ തന്നെ ഞാൻ പറഞ്ഞു പോകും. അപ്പം നിങ്ങൾക്ക് ഇത് മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ കൂടെ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Tech Explore. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഐറ്റം. ഏതായാലും ഫുൾ പ്ലാസ്റ്റിക് ആണ്, മെറ്റലൊന്നുമല്ല, പ്ലാസ്റ്റിക് ആണ്. അതുകൊണ്ട് വെയിറ്റ് എന്ന് പറയുന്നൊരു സാധനം ഇല്ല. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഗ്ലാസ് നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് തിരിക്കാനും സാധിക്കും, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് തിരിക്കാൻ സാധിക്കും. അപ്പോൾ ഏതായാലും ഇവനെ നമുക്ക് പെട്ടെന്നൊന്ന് നമ്മുടെ ഈ വാഹനത്തിലോട്ടൊന്ന് ഫിറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന മിറർ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു മിററാണ് നമ്മുടെ ഇരിക്കുന്നത്, നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത് അടിപൊളി ഐറ്റം തന്നെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ബ്ലൈൻഡ് സ്പോട്ട് മിറർ തന്നെയാണ് ഇപ്പം എൻ്റെ ഈ വാഹനത്തിലുള്ളത്. പക്ഷേ നമുക്ക് ഇവനെ ഒന്ന് മാറ്റിയിട്ട് ഈ ഒരു സാധനം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് നോക്കാം. ഇത് ഞാൻ പെട്ടെന്നൊന്ന് പോളിഷിങ് എടുക്കട്ടെ. യെസ്, അങ്ങനെ ഞാൻ ഇതിൻ്റെ ടേപ്പ് കളഞ്ഞു. നമ്മുടെ പഴയ ബ്ലൈൻഡ് സ്പോട്ട് മിറർ ഇവിടെ നിന്ന് ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു മിറർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ബാക്കിയുള്ള എല്ലാ ആസിറ്റീസ് സെയിം തന്നെയാണ്. നമ്മുടെ 3R എന്ന് പറയുന്ന കമ്പനിയുടെ ആയതുകൊണ്ട് ഈ താഴത്തെ പോർഷൻ കംപ്ലീറ്റ് സെയിം തന്നെയാണ്. ഇത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മടക്കാനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ നമ്മുടെ ആദ്യത്തെ ഫിറ്റ് ചെയ്ത സെയിം ലൈനിൽ തന്നെയാണ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഫിറ്റ് ചെയ്യുന്നത്. അകത്തോട്ട് ഫുള്ള് കയറ്റി, അതായത് ഈ സൈഡ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിവിടെ ഫുള്ള് അകത്തോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് കയറി. പക്ഷേ ഇവിടെ മേളിൽ ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ല. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഇനി പ്രസ് ചെയ്ത് കറക്റ്റ് നേരത്തെ ആംഗിളിൽ തന്നെ ഞാൻ അങ്ങോട്ട് ഒട്ടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും റബ്ബ് ചെയ്യുമ്പോൾ ഒന്ന് ചൂടായിക്കോളും. ആ ചൂട് കൊണ്ട് അത് പെട്ടെന്ന് ഒട്ടുകയും ചെയ്തോളും. പിന്നെ അങ്ങനെ ഇങ്ങനെ ഒന്നും ഇത് ഊരിപ്പോരത്തില്ല കേട്ടോ. അത് ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ നേരത്തെ വെച്ചിരിക്കുന്ന ആ ഒരു സൈഡും കൂടെ കാണിച്ചു തരാം. ഞാൻ ഏതായാലും ഒരു കാര്യം കൂടെ ചെയ്യാണ്, രണ്ടും കൂടെ ഒന്നിച്ച് ഇപ്പോൾ ഫിറ്റ് ചെയ്യുന്നില്ല. ഈ ഒരെണ്ണം മാത്രം ഞാനിപ്പോൾ തൽക്കാലം ഒന്ന് ഫിറ്റ് ചെയ്യാണ്. എങ്ങനെയുണ്ട് എൻ്റെ ഡ്രൈവ് എക്സ്പീരിയൻസ് നോക്കിയതിന് ശേഷം മാത്രം ഞാൻ അപ്പുറത്തത് മാറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് കാണുന്നവർ ഓർക്കും ഇതന്നെ രണ്ടും രണ്ടായിട്ട്. ജസ്റ്റ് നമുക്ക് അറിയണമല്ലോ ഇത് എങ്ങനെയുണ്ടെന്നുള്ളത് അറിയണമല്ലോ. അപ്പോൾ അതിന് ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നൊരു കാര്യം, ഈ ഒരു സൈഡിൽ ഈ ഒരു ഗ്ലാസും അപ്പുറത്തെ സൈഡിൽ നമ്മുടെ നേരത്തെ ഇരുന്ന ബ്ലൈൻഡ് സ്പോട്ട് മിററും കൂടെയാണ് വെക്കുന്നത്. വാഹനത്തിനകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് ഈ ഗ്ലാസ് ഇങ്ങനെ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതൊരു പൊസിഷൻ വേണം ആ ഒരു പൊസിഷൻ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. മേളിലോട്ടോ റൈറ്റ്, താഴെ, ലെഫ്റ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ, ഇതിപ്പോൾ ഇവിടം വരെ നമുക്ക് തിരിക്കാം. അതുപോലെ ഇത് ഇവിടെ വെച്ച് നമുക്ക് ഇവിടെ ടൈറ്റ് ചെയ്യാൻ സാധിക്കും, അത് ലോക്ക് ആക്കാനും പറ്റും. അതുപോലെ തന്നെ ഇത് ലെഫ്റ്റിലോട്ടോ അല്ലെങ്കിൽ റൈറ്റിലോട്ടോ ഒക്കെ നമുക്ക് തിരിക്കാനും സാധിക്കും. ഇത് കുറച്ചൊരു ഫ്രീനെസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നമ്മൾ ഒരു തവണ സെറ്റ് ചെയ്ത് ആരെങ്കിലും വന്നത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിയാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് നമ്മൾ ഓപ്പണായിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്നും നാളെയും കൂടെ ഓടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതും കൂടെ നമുക്ക് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാം. അങ്ങനെ ഒരു 3 ദിവസമായി ഞാൻ ഈ ഒരു മിറർ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട്. ഏതായാലും ഈ 3 ദിവസം കൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ പറഞ്ഞുതരാം. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഇരുന്ന മിറർ തന്നെയാണ് ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് എന്ന് പറയത്തുള്ളൂ. ഈ ഒരു മിററിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് കൂടെ പറയാം. ഇങ്ങനെ വന്ന് ആരിലൊക്കെ തട്ടുകയാണെങ്കിൽ ഇതിൻ്റെ പൊസിഷൻ മാറും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ പൊസിഷൻ മാറും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഒരു പൊസിഷനിൽ സെറ്റായിരിക്കുന്ന ഒരു കാര്യം ഇത് നടക്കത്തില്ല. സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ വന്നിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് തട്ടി വെച്ചൊക്കെ പോകുന്നേ, അല്ലെങ്കിൽ ആരെങ്കിലും ഇത് കണ്ടിട്ട് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് എന്നാ സംഭവം എന്നുള്ള രീതിയിലാണെങ്കിലും വന്നൊന്ന് തട്ടി നോക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പൊസിഷൻ മാറിപ്പോവും. ഇത് രണ്ടും ഒരു നെഗറ്റീവ് സൈഡ്. പിന്നെ ഇത് പ്ലാസ്റ്റിക് ബോഡിയാണ്. അപ്പോൾ ഇപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റേതായ ഒരു എന്താ പറയുന്ന ഒരു പ്രശ്നം എന്ന് ഞാൻ എടുത്ത് പറയും. ഈ 3 കാര്യങ്ങളാണ് എനിക്ക് ഇതിനകത്ത് നെഗറ്റീവായിട്ട് തോന്നി. ഇനി പോസിറ്റീവായിട്ട് തോന്നിയ കാര്യം കൂടെ പറയണമല്ലോ. വൈഡ് ഗ്ലാസ് ആണ്. വൈഡ് എന്ന് ഉദ്ദേശിച്ചത് വൈഡിനെ കഴിഞ്ഞ് നമുക്ക് കൂടുതൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വലിയ ഗ്ലാസ് ആണ്. അതായത് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഇത്രയും വലിപ്പമുള്ള ഗ്ലാസ് ആയതുകൊണ്ട് രാത്രി എനിക്കിതിൻ്റെ ശരിക്കുള്ളൊരു ഫീല് കിട്ടിയ രാത്രിയാണ്. രാത്രി ഈ ഒരു സൈഡ് ഞാനൊന്ന് റിവേഴ്സ് എടുക്കാൻ നോക്കിയപ്പോൾ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ നേരത്തെ ഇരുന്ന മിറർ, അത് കുഞ്ഞ് ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ വിസിബിലിറ്റി കുറവാണ്. എന്നാൽ വലിയ ഗ്ലാസ് ആയതുകൊണ്ട് എനിക്ക് സൈഡ് നല്ല രീതിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, നല്ല രീതിക്ക് കാണാൻ പറ്റി ഇത്ര വലുപ്പമുള്ളതുകൊണ്ട്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ സാധനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക്. എൻ്റെ വാട്സാപ്പ് നമ്പറിൽ
മെസ്സേജ് ഇടാം. സാധനം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം. ഒരു പീസിന് 500 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഒരു പീസിൻ്റെ പ്രൈസാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും പറയുന്നത് മേടിക്കുമ്പോൾ 2 സൈഡും കൂടെ വെക്കുന്നത് നല്ലതായിരിക്കും ആവശ്യം ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ മറ്റേത് തന്നെയാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് പക്ഷേ ഒരു രക്ഷയില്ലാത്ത സാധനമാണ് കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടുക. കാരണം ഇതൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയൊന്നും ആരും പെട്ടെന്ന് പിടിച്ച് മാറ്റത്തില്ല, തിരിക്കത്തില്ല. കമ്പാരിറ്റീവ്ലി പ്രൈസും കുറവാണ്. അതിന് ഒരു പീസിന് 400 രൂപയാണ് വരുന്നത്, ഒരു പീസിന്. അങ്ങനെ 800 രൂപ ടോട്ടൽ വരുന്നുണ്ട്. പിന്നെ കൊറിയർ ചാർജ് വേറെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സാധനം വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തുക. എനിക്ക് ഈ സംഗതി ഓൾ ഓവർ ഒരു 100% ഒരു 50% ഓക്കെ, എത്രയെന്നേ ഞാൻ പറയത്തുള്ളൂ. മറ്റത് 100% ഞാൻ ഉറപ്പ് പറയാം. കാരണം കിടു എന്ന് പറഞ്ഞാൽ കിടു ബ്ലൈൻഡ് സ്പോട്ട് മിറർ അത് തന്നെയാണ്. ഇപ്പം പോരാ. ഇനിയും ഇതുപോലത്തെ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ ഞാൻ ഇതുപോലെ റിവ്യൂ ചെയ്തേ.